അമ്മയെന്ന് വെച്ചാൽ അത് എന്ത് പറയാനാണ് പകരം, അത് എനിക്കിപ്പം നഷ്ടപ്പെട്ടു പോയി. പ്രോഗ്രാമിന് പോകുമ്പോഴും ഞാൻ ചെന്ന് അമ്മച്ചനെ കെട്ടിപ്പിടിക്കും, അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ടാ പോകും. ചെന്ന് അമ്മനെ കണ്ട് ചിലപ്പോൾ ഒരു കട്ടൻ ചായ വാങ്ങിച്ച് കുടിച്ചിട്ട് പോകുള്ളൂ. അതിൻ്റെ ഒരു ഫീല് വേറെ. ഇന്നത്തെ കാലത്ത് നമുക്ക് സിനിമയിലോട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലോട്ടോ പോകാൻ ഒരു പക്ഷേ ഒരു ജാതിയുടെയോ സൗന്ദര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു കുറച്ചുകൂടി എളുപ്പമാണ്. കുറച്ച് കാലഘട്ടം മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല. പലപ്പോഴും അതൊരു കളറിലോട്ടോ ജാതിയിലോട്ടോ അല്ലെങ്കിൽ അതൊരു പണത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. പല കഴിവുള്ള കലാകാരന്മാരും തഴയപ്പെട്ടിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ. അതിൻ്റെ ഒരു കാരണം പലപ്പോഴും അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതായി പോയതിൻ്റെ പ്രശ്നമായിരുന്നു. സലിം ചേട്ടൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ലൈഫിൽ, ജീവിതത്തിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോ? ചെറുപ്പത്തിലേക്ക് ഒരു SLC പഠിക്കണതിൻ്റെ മുമ്പൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ പാടി തുടങ്ങുമ്പോൾ പല രീതിയിലൊക്കെ ഒന്ന് പാടണമെന്നൊക്കെ അവരുണ്ടാകും. അവിടെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നി ഈ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ. ഫിനാൻഷ്യലി നമ്മൾ പുറകോട്ട്, പിന്നെ കളറിൻ്റെയൊക്കെ പ്രശ്നം ഞാൻ ചെറുതായിട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെ മാറ്റി നിർത്തപ്പെടലും അതൊക്കെ ഉണ്ട്. പാടണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ പല രീതിയിൽ നിന്നൊക്കെ നമ്മളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഉണ്ട്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ നമുക്ക് കുറേ ബന്ധങ്ങൾ, അവരൊക്കെയായിട്ടുള്ള സൗഹൃദങ്ങൾ, അതുകൊണ്ട് നമ്മളിവിടെ അടുക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, നമ്മതിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റി നിർത്തലുകൾ നമുക്കുണ്ടാകുന്ന ഒരു ആഘാതം. പക്ഷെ മാറ്റി നിർത്തപ്പെടുന്നത് നമുക്ക് കിട്ടുന്ന ഭയങ്കര ഒരു ഇതാണ്, എനർജിയാണ്, ഒരു വളമാണ്, മുന്നോട്ട് പോകാനുള്ള ഒരിതാണ്. നമ്മളെ അവൻ എന്ത് വരയ്ക്കും, അഞ്ചെന്നാണ് ആ കൊലം വെച്ചൊക്കെയാണ് അഭിനയിക്കണേ എന്നൊക്കെ പലരും പറയണത് കേട്ടിട്ടുണ്ട്. എന്ത് ഓപ്പ് കാണിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ട്. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് അവരോട് ബഹുമാനമാണ്. എന്താന്നാ നമ്മുടെ വഴി വെട്ടിത്തെളിച്ച് വേണം കിട്ടുന്നത്, നമുക്ക് ഭയങ്കര ഊർജ്ജമാണത്. ഇപ്പം നമ്മൾ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പാട്ട് പഠിപ്പിക്കാൻ പറ്റിയ ചുറ്റുപാടായിരുന്നില്ല. പാടണമെന്നുണ്ട്, അച്ഛൻ പാടും. അപ്പോൾ നമ്മളെ കൊണ്ട് ഇവനൊക്കെ എന്ത് പാടാനാണ്. അപ്പോൾ നമുക്ക് പല വേദികളിലും പാടി കഴിയുമ്പോൾ ചില റെസ്പോൺസൊക്കെ അന്നൊക്കെ അറിയുന്നു. പിന്നെ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുമല്ല. നമ്മളൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും നല്ല സിനിമാ രംഗത്തുള്ള നല്ല സൗഹൃദങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ചിലർക്ക് മടിയോ ഇനി ഇവനെ എന്നുള്ളത്. ഉച്ചക്കിലൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ മാറിയുന്നുണ്ട് പക്ഷെ അപ്പം അതിന് ഒറ്റക്കിരിക്കുമ്പോൾ ആലോചിക്കും, അച്ഛൻ പറയും. അപ്പോഴാ ഒരു നമ്മൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പിന്നെയും നമുക്കത് നേടിയെടുക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? കറക്റ്റ് എന്തായിരുന്നു? നമുക്ക് വാശി ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ ഉള്ളിലെ കഴിവിന് നമുക്ക്. അതെ നമ്മൾ ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും പാടുന്നത്. നമുക്ക് വാശിയാണ്, മുന്നോട്ട് പോകണം. ഇങ്ങനെ ഓരോരുത്തർ കാണിക്കുന്നവരെ നമുക്ക് വാശിയാണ് മുന്നോട്ട് പോവുക. നമ്മൾ ഇവരായിരുന്നു മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലേ. ഞാൻ പഠിച്ചെന്ന് പേരിൽ എപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ടോ? എവിടെയെങ്കിലും പേരിലൊക്കെ ഇങ്ങനെ പലരും സംസാരമൊക്കെ ഉണ്ടാവും. ആ കോലം വെച്ചൊക്കെ അവന് എന്ത് കാണിക്കാനാണെന്നൊക്കെ പറയാം. പക്ഷെ നമ്മ അതിലൊന്നും സങ്കടപ്പെടാറില്ല. സങ്കടം തോന്നും. എന്തുകൊണ്ടായിരിക്കും ആ സമയത്ത് സങ്കടപ്പെടാതിരുന്നത്? ചെറുപ്പകാലഘട്ടങ്ങളിൽ കടന്നുപോയ ഇതിലും കഠിനമായ പല കാര്യങ്ങളുമായിരിക്കും ഒരു പക്ഷേ ചെറുപ്പകാലഘട്ടങ്ങളിൽ കടന്നു വെച്ചാൽ ഇപ്പൊ അച്ഛൻ പാടത്തെ പണി, അമ്മയും പാടത്തെ പണി ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെ വരുമ്പോ അവരൊക്കെ അങ്ങനെ കിടന്നാൽ മതി എന്നൊരു ചിന്തിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവൂലേ? ഇല്ലേ? ഉണ്ട്. അങ്ങനെ മതി, അതാണ് മതി, അതിന്റെ മുകളിലോട്ട് പോകണ്ട. പക്ഷെ നമുക്കതല്ല. അച്ഛൻ്റെ ചില വാക്കുകൾ, അച്ഛൻ്റെ പാട്ടുകൾ പഠിക്കുക. ഏറ്റവും ഇത് നമുക്ക് അവരോട് മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് വിദ്യാഭ്യാസമുള്ള നമ്മൾ പഠിക്കുക. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ അച്ഛൻ എന്ന് പറയുന്ന ആ വാക്കിനോട് ഒരു പക്ഷേ 100% നീതി എന്ന് വിട്ടേക്ക്, ഒരു 10% പോലും നീതിയോ അല്ലെങ്കിൽ ആ വാക്കിനോടുള്ള സ്നേഹമോ തിരിച്ചറിയാതെ പോകുന്ന കുറേ പേര് നമുക്ക് ചുറ്റുമുണ്ട്. അതറിയില്ല. ഒരു പക്ഷേ ഒന്ന് വഴക്ക് പറയുകയോ ഒന്ന് ചീത്ത പറയുകയോ ചെയ്താൽ പോലും അച്ഛനോട്
തിരിച്ച് ഇതുപോലെ വളരെ മോശമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ തല്ലുകയൊക്കെ ചെയ്യുന്ന മക്കളാണ് ഇന്നുള്ള അധികം. അതെ അതെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അച്ഛൻ എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിനോട് സലിം ചേട്ടനോട് ഒരു ആത്മബന്ധം എന്താ? അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മച്ചി നഷ്ടപ്പെട്ടിട്ട് ഞാൻ രണ്ട് മാസം ജോലിക്ക് പോയില്ല. കാരണം ഞാനൊരു പ്രോഗ്രാമിന് പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഞാൻ വീടിൻ്റെ അടുത്ത് നിന്ന് മാറിയാണ് താമസിക്കുന്നത്. രാവിലെ അച്ഛനും അമ്മയും കണ്ടിട്ടേ പോവുള്ളൂ. അമ്മയെന്ന് വെച്ചാൽ അത് എന്ത് പറയാനാണ് പകരം, അത് എനിക്കിപ്പം നഷ്ടപ്പെട്ടു പോയി. പ്രോഗ്രാമിന് പോകുമ്പോഴും ഞാൻ ചെന്ന് അമ്മച്ചനെ കെട്ടിപ്പിടിക്കും, അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ടേ പോകാറുള്ളൂ. അതിനൊന്നും പകരമൊന്നുമില്ല. അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞിനി അച്ഛൻ ജീവിതത്തിലൊന്നും സ്വാധീനം ഉണ്ട്. എന്തൊക്കെയാ? അച്ഛൻ നല്ല എഡ്യൂക്കേറ്റഡ്, വാക്കുകൾ എന്തൊക്കെയാണ് സ്വാധീനം? നല്ല എഡ്യൂക്കേറ്റഡ്, നന്നായിട്ട് പാടും, പാടത്തെ പണി. ഇപ്പം ഒരു കുറച്ച് പാട്ടുകൾ അച്ഛനെ എഴുതി വെച്ചേക്കണ കമ്പോസ് ചെയ്ത് പുറത്തിറക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. ഒരു സ്പോൺസറൊക്കെ വന്നിട്ടുണ്ട്. ചോദിച്ചിട്ട് പറഞ്ഞ പോലെ അച്ഛനെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പകരൊന്നുമില്ല. അമ്മയും അച്ഛനും. ഒരു പക്ഷേ അച്ഛൻ അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്ത അച്ഛനറിയാം, ഞാൻ അച്ഛനൊരു പക്ഷെ മനസ്സിലാവും മക്കൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നൊരു പക്ഷേ മക്കളുടെ വേദന ഉണ്ടാവും, സങ്കടം വരുന്നൊക്കെ. പക്ഷെ അച്ഛന്മാരുടെ ഉള്ളിൽ അവർക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്, ഒരു പക്ഷേ നന്നാവണം അല്ലേ? അച്ഛൻ തല്ലിയാ വളർത്തിയത്. പക്ഷെ നമുക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ അത് വേണമായിരുന്നല്ല. ഇപ്പോഴത്തെ തലമുറ എന്താണ് കാണിക്കുന്നത്? അപ്പം തിരിച്ചടിക്കും മാത്രമോ? ഒരു വീട്ടിലെ അച്ഛന്മാർ ഒരു പക്ഷേ സ്വന്തം മക്കളുടെ കൂടെ നിൽക്കാൻ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ചോദിച്ചിട്ട് ഇത് എന്താണ് ഇങ്ങനെ പോണേന്ന്. ഈ അമ്മക്കൊക്കെ പറയും നമ്മ എന്ത് നേടിയിട്ട് എന്ത് കാര്യം ഇല്ലേ? ജോലിയാ, പൈസ ഇതൊന്നും അല്ലല്ല പകരം വെക്കാൻ പറ്റും നമുക്ക്. എന്തുണ്ടായിട്ടും കാര്യമുണ്ട് അച്ഛനമ്മക്കും പകരം ഇല്ല. അതൊരു വേറൊരു ലോകമാണ്. വേറൊരു അവർ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളത്. അതുവരെ എന്നും പ്രോഗ്രാമിന് പോകുമ്പോൾ അച്ഛനെ കണ്ടിട്ട് പോകാറുള്ളൂ. എന്നും ഗാനമേളക്കും അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാമിന് പോകുമ്പോൾ ചെന്ന് അമ്മനെ കണ്ട് ചിലപ്പോൾ ഒരു കട്ടൻ ചായ വാങ്ങിച്ച് കുടിച്ചിട്ട് പോകുള്ളൂ. അതിൻ്റെ ഒരു ഫീല് വേറെയാണ്. അത് ചോദിച്ചിട്ട് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറയണത് നമ്മുടെ കൂടെ നിർത്തല്ല, അതിന് പകരം ഒന്നുമില്ല ഈ ലോകത്ത്. ഞാൻ അങ്ങനെ ആകാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അങ്ങനെ ആവാവൂ. അതെ. ഒരു പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരിക എന്നല്ല, നമ്മളെ ശക്തരാക്കുക. നമ്മളെന്താണെന്ന് അറിയാല്ല. ഇപ്പോൾ ഞാൻ വയറ് വിശന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ വിശപ്പെടുത്ത് നമ്മൾ ചോറെടുത്ത് വെക്കും, നമുക്കറിയാം അതിന് വിശക്കുന്നുണ്ട്. ശരി, ഇത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുമോ? മനസ്സിലൊരു വേദന മാത്രമേ അറിയാവുന്ന കേസാണ്. എനിക്ക് വിശക്കനുണ്ട്, എൻ്റെ ഉള്ളിൽ വിശക്കനുണ്ട്, നമുക്കറിയാൻ പറ്റും. അത് നമ്മൾ ഭാര്യ തിരിച്ചറിയോ? പരിധിയുണ്ട് അതിനൊക്കെ. അതെ, അവരെ ഇതല്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതുവരെ അവർ അറിയാം, ഒന്നും കഴിച്ചിട്ടില്ലെന്നറിയാം. അത് ഭയങ്കര തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ഒരു കുടുംബജീവിതം. നമ്മ പാടത്തപ്പണിക്ക് പഠിച്ച് ITI കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു റിലാക്സ് ചെയ്യാൻ പറ്റും ഒരു ജോലിക്ക്. ആ സമയം ഈ ജോലി കിട്ടുന്ന ഇടവേളകളിലൊക്കെ നമ്മപ്പം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമാമോഹം പലപ്പോഴും എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? സിനിമയിൽ അഭിനയം കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണോ, അതോ എൻ്റെ ലുക്കിന് പറ്റുന്ന കാര്യമാണോ, അതോ എനിക്ക് അതിനുള്ള കഴിവുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് അങ്ങനെ അയ്യോ ഈ രൂപം വെച്ച് അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ നെഗറ്റീവ് ഇല്ല. എന്നോട് പല സുഹൃത്തുക്കളും ഡയറക്ടർമാരും കാശ് അഭിനയിച്ചതിന് ശേഷം ഞാനത് ഇട്ട് കൊടുക്കുമ്പോൾ പറയും, നിങ്ങൾ അതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ ഈ ഓഡീഷനൊന്നും പോകണ്ടട്ടാ, നിങ്ങൾ ഈ സാധനം അയച്ചെടുത്താൽ എന്ന് പറയും. അപ്പം നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ രൂപം ഇതാണ്, ഈ രൂപം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കാശിയായിട്ട് അഭിനയിക്കാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഒരു അപകർഷബോധമൊന്നും എനിക്കില്ല.